ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ കുക്കറിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്ന കാരണമാണ് നമുക്ക് വീഡിയോസൊന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റായിരുന്നത്. അപ്പോൾ ഇന്നോട്ട് നമ്മൾ ഇനിയും സജീവമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഡിഷുമായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ വന്നേക്കണേ ഒരു കപ്പ ബിരിയാണിയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കപ്പ ബിരിയാണിയായിട്ടാണ് വന്നേക്കണേ. എല്ലും കപ്പയെന്നൊക്കെ പറയും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കപ്പയാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് ഏകദേശം ഒരു 2 കിലോയോളം കാണും. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ കാണിക്കണേ. ഇത്രയും കപ്പയ്ക്ക് നമ്മൾ 2 കിലോ എല്ല് നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. 2 കിലോ എല്ലുണ്ട്. എല്ലും കുറച്ച് ഇറച്ചിയൊക്കെ കൂട്ടിയുള്ളതാണ് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഇത് കുറച്ച് കൊച്ചുള്ളിയാണ്. ഏകദേശം ഒരു 10-25 കൊച്ചുള്ളിയോളം ഉണ്ട്. നന്നായിട്ട് നമ്മൾ പീസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുകയാണ്. പിന്നെ നല്ല അത്യാവശ്യം മുഴുത്ത ഒരു പീസ് ഇഞ്ചി, അത് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുകയാണ്. പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളി, അതെന്താ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 തണ്ട് കരിവേപ്പില. ഇത്രയാണ് നമുക്കിത് കറിക്ക് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചേക്കണേ. ഇനി നമുക്കിതൊന്ന് കപ്പയൊന്ന് ചെറുതായിട്ട് പീസ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കാണാം. നമ്മൾ കപ്പ ഇതുപോലെ ചെറുതായിട്ട് അരിയാണ് കേട്ടോ. എനിക്ക് അരിയാൻ വലിയ വിഷമില്ല, അതുകൊണ്ട് അമ്മയാണ് അത് ചെയ്തു തരുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തിയെടുക്കണമെങ്കിൽ കൊത്തിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അല്ലെങ്കിൽ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചിടാം. എന്തോ നിങ്ങൾക്ക് ചെയ്യാം. ഇതിങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നമുക്ക് മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് അരിയുകയാണെങ്കിൽ. അപ്പം നമുക്കിനി ഇത് വഴറ്റാം. അപ്പം ഞാൻ അടുപ്പിലോട്ട് ഒരു കടായി ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ബാക്കി വഴറ്റാനുള്ള സാധനങ്ങളൂടെ ആഡ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഒന്നിച്ച് കുറച്ച് വെക്കുകയാണേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം കൊച്ചുള്ളി നിങ്ങൾക്ക് സവോള വേണമെങ്കിലും എടുക്കാം. കൊച്ചുള്ളിക്കായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. നിങ്ങൾക്ക് കുളിച്ചിട്ട് ഇല്ലെങ്കിൽ സവോളയും കൂടി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാമേ. കരിവേപ്പില, ഇനി നമുക്കിതൊന്ന് വഴന്ന് വരാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ കറിക്ക് വേണ്ടത് നോക്കിയിട്ട് ഇടാം. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടിയിട്ട് കൊടുക്കുവാണേ, വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ച് കൊടുക്കുകയാണ്. നമുക്കിനിയും ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള മസാലകൾ ആഡ് ചെയ്യാം. ഇത് 2 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുളക് പൊടി, സാദാ മുളക് പൊടിയും നമ്മുടെ കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇടുന്നത്. മുളക് കരിഞ്ഞു പോരുത് കേട്ടോ. തീ കുറച്ചിട്ടിട്ട് വേണം മുളക് പൊടി ആഡ് ചെയ്യാനേ. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം, കുറവ് ചേർക്കാം. ഞാൻ ഒത്തിരി എരിവാക്കുന്നില്ല, ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി എരിവാക്കുന്നില്ല. ഇപ്പം അത്യാവശ്യം എരിവുണ്ട്. സാദാ മുളകും കാശ്മീരി മുളകും കൂടെ മിക്സ് ചെയ്തതാണേ. അടുത്ത് നമുക്ക് മല്ലിപ്പൊടി ഇടാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ഇതൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് അതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇത് 2 സ്പൂണ് നമുക്ക് മീറ്റ് മസാല ഇടാവേ. ഒരു സ്പൂൺ ഇത്രയും കൂടെ കേട്ടോ മീറ്റ് മസാല ഇടുവാണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണേ. ഇനിയും കരിഞ്ഞു പോകരുത് കേട്ടോ. മസാലകളൊന്നും കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ കരിവിൻ്റെ മണം വരും. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ, അരയേക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയാണ് കേട്ടോ. കൂട്ട് വാങ്ങിച്ച് പൊടിച്ചേക്കുന്ന ഗരം മസാലയാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തേക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്യാം. നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് മൂക്കാം കേട്ടോ.
ഇതാ നമ്മുടെ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആവട്ടെ കേട്ടോ. ഇതാ നമ്മുടെ ഗ്രേവി ഇവിടെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഓഫ് ചെയ്യുകയാണേ. ഇതാ നമ്മൾ നമ്മുടെ ഗ്രേവി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മതി കേട്ടോ. നമുക്കിത് ഇങ്ങനെ നിന്നാൽ മതി നമ്മുടെ കുക്കറിനകത്ത്. കാരണം നമ്മുടെ എല്ലിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും നന്നായിട്ട്. അത് ഇത്രയും വെള്ളം മതി. ഇത് ജസ്റ്റ് ഒന്ന് നെകക്കെ ഇങ്ങനെ നിന്നാൽ മതി കേട്ടോ. ഇത്രയും മതി. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പിട നോക്കിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. കാരണം ഞാൻ കുറച്ച് ഉപ്പ് മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ആഡ് ചെയ്യാമേ. നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കുറച്ച് കരിയാപ്പലും കൂടെ ചുമ്മാ ഉണ്ടയ്ക്കൊന്ന് വിതറി കൊടുക്കുവാണ്. നമുക്ക് ഇതെല്ലാം വെച്ച് ജസ്റ്റ് ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് വിസിൽ വരാനായിട്ട് വെക്കാം. കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കണേ. ഒരു 4 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പയൊക്കെ ഒന്ന് വെന്തെടുക്കാം കേട്ടോ. കപ്പയൊക്കെ വെന്ത് കപ്പയുടെ അരപ്പൊക്കെ ഒന്ന് ആക്കി കപ്പയൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കപ്പ വെന്ത സമയം കൊണ്ട് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ദെൻ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ദെൻ കുറച്ച് ഒരു തണ്ട് കരിയാപ്പില, ഒരു 5-6-7 പച്ചമുളക്. ഇത് നല്ല അത്യാവശ്യം എരിവുള്ള മുളകാണ്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ആഡ് ചെയ്യാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ആഡ് ചെയ്യാം. അത്യാവശ്യം എരിവുള്ള സൈസ് മുളകാണ്. എനിക്ക് കാന്താരി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 5-6 വെളുത്തുള്ളി ഇങ്ങനെ രണ്ടായിട്ട് പൊളച്ചിട്ടേക്കാണ്. പിന്നെ ഒരു 5-6 ഒരു 4-5 എണ്ണം ഉണ്ട് നമ്മുടെ ഏലക്ക. പിന്നെ മൊത്തമായിട്ടുള്ള കുരുമുളക് ഒരു പിടി ഇരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം. ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത്ര നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. നമ്മുടെ അരപ്പിൽ നമ്മളിത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകുമല്ലോ, ഫൈൻ ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പം വെള്ളം ഒഴിച്ച് മാത്രം വേവിച്ചെടുത്താണ്. ഇനി നമുക്ക് ഉപ്പൊന്നും വേറെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ആഡ് ചെയ്തിട്ട് വേണം ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പ് ചേർത്താൽ മതിയേ. നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അരപ്പാണ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നമുക്ക് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ കറി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കുകയാണേ വേണ്ടതേ. ഞാൻ ഇതിനകത്തോട്ട് ഇനിയും കറി നമുക്ക് ആഡ് ചെയ്യുകയാണേ. നിങ്ങൾക്ക് വേണ്ടത്രയും കറികൾ ആഡ് ചെയ്താൽ മതി. മൊത്തം കറി വേണമെങ്കിൽ മൊത്തമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് ലൂസായി പോകും. നമുക്ക് വേണ്ടത്ര എത്രയാണോ അതനുസരിച്ച് നോക്കിയിട്ട് വേണ്ടതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത്ര അനുസരിച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുവാണേ. നമുക്കിനി ഇത് മൊത്തം മിക്സ് ചെയ്ത് നോക്കാം. ഞാൻ കാണിക്കാം എത്രയും നമ്മൾ ആഡ് ചെയ്തെന്നുള്ളത് കേട്ടോ. നമ്മൾ ഇത്രയും കപ്പ ആഡ് ചെയ്തിട്ടുണ്ട്. കറി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനകത്തോടെ 2 തണ്ട് നല്ല കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണേ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിപ്പം മൊത്തം കറിയും ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്രയും കറി ഒഴിച്ച് നിങ്ങൾക്ക് ഗ്രേവി ആക്കി നോക്കി നിങ്ങൾക്ക് വേണ്ടത്രയും നോക്കി ഇത്രയും ലൂസ് വേണമെങ്കിൽ ഇങ്ങനെയാക്കാം. ഇത്രയും ലൂസ് ആക്കേണ്ട, കുറച്ച് തിക്കായിട്ട് മതിയെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്താൽ മതിയേ. ഇപ്പം ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് കറി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പ അല്ലെങ്കിൽ കപ്പ ബിരിയാണി റെഡിയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റോടെ ചെയ്ത് നോക്കിയാലോ? നമ്മുടെ ടെസ്റ്റോടെ റെഡിയാണ് കേട്ടോ. എവിടെയാണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണേ. എവിടെ നമ്മുടെ കപ്പ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ഏത് ടേസ്റ്റ് ഉണ്ടോ? എരിയൊക്കെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.